നെല്ലിക്ക കൊണ്ടൊരു രസം. ഇതുവരെ പരിചയിച്ച രുചിയിൽ നിന്നും വേറിട്ടൊരു സ്വാദ്. അതിനായി നല്ല നെല്ലിക്ക നല്ല വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം. 7 നെല്ലിക്കയാണ് എടുത്തത്. അതിൻ്റെ കൂടെ 2 നല്ല ചുമന്ന തക്കാളിയും എടുത്തു. അവർക്ക് കൂട്ടിനായിട്ട് ഒരു പച്ചമുളകിനെയും ഒരു പിടി മല്ലിയിലയെയും ചേർത്തു. മല്ലിയില വിടർന്നു പോകാതിരിക്കാൻ അടിയിലൊരു കെട്ടിട്ട് കൊടുത്തു. എന്നിട്ട് അവരെല്ലാം സുന്ദര കുട്ടപ്പന്മാരായിട്ട് ഒരു പാത്രത്തിൽ എടുത്തു വച്ചു. ഇനി നെല്ലിക്ക നമുക്ക് കുരു കളഞ്ഞെടുക്കണം. ഇതുപോലെ പുറത്ത് നിന്ന് കത്തി കൊണ്ട് വരഞ്ഞ് 4 പൊളിച്ചെടുത്താൽ കുരു കളയാൻ എളുപ്പമാണ്. അങ്ങനെ എല്ലാ നെല്ലിക്കയും കുരു കളഞ്ഞ് എടുത്തു. ആ തുടുത്തിരുന്ന 2 തക്കാളിക്കുട്ടന്മാരെയും ചെറുതാക്കി നുറുക്കിയെടുത്തു. 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 കഷ്ണം ചുക്ക്, 1 പച്ചമുളക്, 6 ചുമന്നുള്ളിയും 1 കുടം വെളുത്തുള്ളിയും അമ്മിക്കല്ലിൽ വെച്ച് ചതയ്ക്കാനായി എടുത്തു. മല്ലിയില അരിഞ്ഞെടുത്തു. എനിക്ക് 2 വീടാണേ. അപ്പോൾ അപ്പുറത്തെ കൊച്ചു വീടിൻ്റെ അവിടെയാണ് അമ്മിക്കല്ല്. അങ്ങോട്ട് പോണ വഴി ഇതാ നമ്മൾ വളർത്തുന്ന മീനാണിത്. ക്യാമറ കാണുമ്പോൾ ഇപ്പം മുങ്ങും. ഇതാ ലൈറ്റ് അങ്ങ് ചെല്ലുമ്പോൾ പോവും. ഇതാ പോയി. അവിടെ സൈഡിൽ നിൽക്കുന്ന ഒരു മുളകാട്ടോ ഇത്. നിറച്ച് മുളക് ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഷേപ്പ് കണ്ടോ? ഇതാ നമ്മൾ കൈ കൊണ്ട് ഒന്ന് പിടിച്ച് ഞെക്കിയ പോലെ. നല്ല എരിവുള്ള മുളകാണ്. മീൻ കറിയിലൊക്കെ പൊളിച്ചിടാൻ ദി ബെസ്റ്റാണ്. അവളങ്ങനെ സുന്ദരിയായിട്ട് അവിടെ നിൽക്കട്ടെ. അതിൻ്റെ അപ്പുറത്ത് എനിക്ക് സ്വന്തമായിട്ടൊരു തോടുണ്ട്. മഴക്കാലത്താട്ടോ ഇതിൽ കൂടുതൽ വെള്ളം വരിക. പണ്ടൊക്കെ വേനൽക്കാലത്തും ഉണ്ടായിരുന്നു. ഇപ്പോൾ വേനൽക്കാലത്ത് വെള്ളമില്ല. ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് കാരണമാണ് ഇതിൽ വെള്ളം ഇങ്ങനെ കാണുന്നത്. നല്ല രസമാണ്. കാലും താഴോട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ. എത്ര സമയം ഇരുന്നാലും സമയം പോണതറിയില്ല. സമയമില്ലാത്ത കുഴപ്പമേ ഉള്ളൂ. തോടങ്ങനെ വന്ന് ഇങ്ങനെ ഒഴുകി അങ്ങ് പോകും. തോടങ്ങനെ ഒഴുകിപ്പോക്കോട്ടെ. നമുക്ക് അമ്മിക്കല്ലിൽ നെല്ലിക്ക ചതയ്ക്കണം. അങ്ങനെ നെല്ലിക്കയെല്ലാം അമ്മിക്കല്ലിൽ വെച്ച് നന്നായിട്ട് ചതച്ചെടുത്തു. ഇനി 1/2 ടേബിൾ സ്പൂൺ ജീരകവും ചുക്കും ആദ്യമെടുത്ത കുരുമുളകും കൂടി ചതച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിവെച്ചു. വീണ്ടും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയും ചതച്ചെടുത്തു. ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിവെച്ചു. ഇനി കുറച്ച് കറിവേപ്പില വേണം. അതിന് ഞാൻ കറിവേപ്പില ഒടിച്ചെടുക്കുകയാണ്. വന്ന വഴി നമ്മുടെ ഒരു നല്ല പേരമരമുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. അടിയിൽ നിന്ന് മുതലേ കൊമ്പുകളൊക്കെ ആയിട്ട്. ഇതാ ഒരു പേരയ്ക്ക ഉണ്ട്. ആയിട്ടില്ല, ആവട്ടെ. ഇതാ ഇതെൻ്റെ കിണറിന് തൊട്ടടുത്ത് ഒരു കുറച്ച് സ്ഥലം ഇങ്ങനെ പായൽ വളർന്ന് നിൽക്കുന്നതാണ്. ഞാനത് കളയാതെ വെച്ചിരിക്കുകയാണ്. കാണാൻ നല്ല ഭംഗിയുള്ളത് കൊണ്ടാണ് ഞാനത് കളയാത്തത്. അതിൻ്റെ സൈഡിലും ചെറിയൊരു തോടുണ്ട്. അതിൽ വലിയ മഴ പെയ്യുമ്പോൾ മാത്രമേ വെള്ളമുള്ളൂ. ഇതൊക്കെ കാണാൻ നല്ല രസം കൊണ്ട് ഞാനിത് ചിരണ്ടി കളയാതെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ നിന്നാൽ മതിയോ? നമുക്ക് രസം ഉണ്ടാക്കണ്ടേ? അടുക്കളയിൽ വന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവയും കടുകും ഇട്ട് പൊട്ടിച്ച്, ഉലുവ പൊട്ടിയതിന് ശേഷം വേണം കടുകിടാൻ. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ചതച്ചും പൊടിച്ചും എടുത്തതെല്ലാം അതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തു. ഒന്ന് വഴന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയതിന് ശേഷം കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഒന്നിളക്കിയിട്ട് നമ്മുടെ തക്കാളിയും ചേർത്ത് കൊടുത്തു. തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. തക്കാളി നന്നായി ആയി കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മുടെ ചതച്ച് വെച്ച നെല്ലിക്ക ചേർത്ത് കൊടുത്തു. ഇത് ഒരു 5 മിനിറ്റ് ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. കൂടുതൽ സമയം വഴറ്റിയിട്ടില്ല. എങ്കിലേ നമുക്ക് നെല്ലിക്കയുടെ നല്ല രുചി കിട്ടുകയുള്ളൂ.
അതിലേക്ക് ഒരു 6 ഗ്ലാസോളം വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. 1-2 ഗ്ലാസ് വെള്ളം കൂടി വേണമെങ്കിൽ ഇതിൽ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ അത്രയേ ചേർത്തിട്ടുള്ളൂ. നമ്മുടെ ആവശ്യം പോലെ വെള്ളം ചേർക്കാം. ഇനി ഇതിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് പതുക്കെ തിള വന്നു തുടങ്ങിയപ്പോൾ മല്ലിയില വിതറിയിട്ട് കൊടുത്തു. രസം സാധാരണ ഒരുപാട് തിളപ്പിക്കില്ല എന്നാണ് പറയാറ്. ഞാൻ പക്ഷേ ഒന്ന് തിളപ്പിക്കും. ഇതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് വേവിച്ചത് അതും കൂടി ചേർത്ത് നന്നായി ഇളക്കി 1/2 ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൊടിയും ചേർത്ത് തിളച്ചപ്പോൾ വാങ്ങി വെച്ചു. നമ്മുടെ നെല്ലിക്ക രസം ഇവിടെ റെഡിയാണ്. വേറെ പുളിയൊന്നും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കില്ല. നെല്ലിക്കയുടെ രുചി തന്നെയാണിതിന്. രസം തണുത്തതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കുക. ദഹനത്തിന് സഹായിക്കുന്നതാണ് രസം. കൂടാതെ നെല്ലിക്കയിൽ വൈറ്റമിൻ സി ധാരാളമുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്കായും കമൻറ്റായും എന്നെ അറിയിക്കാൻ മടിക്കരുത്. അതെൻ്റെ ഒരു സന്തോഷമാണ്. ഇനിയും കാണാം.